ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങളൊരു ഊട്ടി യാത്രയിലാണ് കേട്ടോ. 2 കുട്ടികളടക്കം ഏകദേശം 26 പേരടങ്ങുന്നൊരു സംഘമാണ് കേട്ടോ. അതിലെൻ്റെ വൈഫും ഉണ്ട്. പിന്നെ ഞങ്ങൾ ട്രാവലറിലാണ് പോകുന്നത്. ചങ്ങനംകുളത്ത് നിന്നും ഏകദേശം രാത്രി 9 മണിക്ക് പുറപ്പെട്ടിട്ട് കാലത്ത് 3:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഊട്ടിയിലെത്തി. തൽക്കാലം ഞങ്ങളുടെ പ്രാഥമിക കാര്യങ്ങളും കുളിച്ച് ഫ്രഷ് ആവാനും എല്ലാം ചേർന്നിട്ട് ഞങ്ങൾ കുറച്ച് റൂമുകൾ എടുത്തു. ഏകദേശം 2-3 മണിക്കൂർ നേരം കഴിഞ്ഞിട്ട് റൂം ഒഴിഞ്ഞു കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് പോകാനുള്ളത് ഇവിടെ ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ ഡോഡാബേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇതിനടുത്ത് തന്നെ കാണുന്നൊരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ കയറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ പാർക്ക് ചെയ്ത ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കാണാനുണ്ട്. അപ്പോൾ അതൊരു വലിയ റെസ്റ്റോറൻറ്റാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതിനുള്ളിലേക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ കോംബോ ആണ്. 130 രൂപയ്ക്ക് ഇവിടെ ദോശ, ഇഡ്ഡലി, പൂരി, മസാല അങ്ങനെ വിവിധ തരങ്ങളിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട് അത്രയും നമുക്ക് വയറ് നിറയെ കഴിക്കാം, ആവശ്യമുള്ളിടത്തോളം കഴിക്കാം. അപ്പോൾ അതിന് വെറും 130 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. എന്തായാലും അത് തരക്കേടില്ലാത്തൊരു ചാർജുമാണ്. പിന്നെ നമുക്ക് ഇവിടെ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാണ്. അത്യാവശ്യം ടൂറിസ്റ്റുകളെല്ലാം വന്നിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അത്രയും വലിയൊരു റെസ്റ്റോറൻ്റാണ്. പിന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നോക്കിയപ്പോൾ എല്ലാം നല്ല രുചികരമായിരുന്നു. ചട്നി, സാമ്പാർ, പൂരി മസാല, തക്കാളി ചട്നി അങ്ങനെ വിവിധ തരം കറികളോട് കൂടിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞങ്ങൾക്കിവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഹോട്ടലിൽ, ഈ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ധൈര്യസമേതം നമുക്ക് വന്ന് കഴിക്കാവുന്നതാണ്. നല്ല ഭക്ഷണപ്രിയരൊക്കെയാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ കഴിച്ചു പോകാം. അപ്പോൾ ഏതായാലും ഞങ്ങളിനിയിപ്പോൾ ഈ ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരം അങ്ങോട്ടേക്കുണ്ട്. ഉയരത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും. 6 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് വളരെ പതുക്കെ മാത്രമേ അങ്ങോട്ട് യാത്ര ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതെല്ലാം കണ്ട് തിരിച്ച് ഒരു മണിയാകുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരണം എന്ന് കരുതി ഞങ്ങൾ ഇത്രയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിലേക്ക് ഉച്ചഭക്ഷണം ഇവിടെ തന്നെ ഏൽപ്പിച്ച് പോവാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങളൊരു 26 പേർക്കുള്ള ഫുഡ്, പകുതി പേർക്ക് ബിരിയാണി, ബാക്കി പകുതി പേർക്ക് സാധാ ലഞ്ച്, വെജിറ്റബിൾ, മീൻകറി അങ്ങനെയെല്ലാം ചേർന്നിട്ടുള്ളൊരു ഭക്ഷണം അത്രയും ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബിരിയാണിക്ക് ഒരു 200 രൂപയാണ് ചാർജ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സ്ഥിതിക്ക് ഇവിടുത്തെ ഭക്ഷണം നല്ലതായിരിക്കുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്തായാലും അതെല്ലാം ഉറപ്പിച്ചു ഇവിടെ നിന്നും യാത്രയാവാൻ തീരുമാനിച്ചു. അപ്പോഴെന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഞങ്ങൾക്ക് ലഞ്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണി വളരെ മോശമായിരുന്നു എന്നാണ് കഴിച്ചവർ പറഞ്ഞത്. പിന്നെ വെജിറ്റബിൾ ഫുഡ് അത്ര മോശമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാൻ വാങ്ങിയത് വെജിറ്റബിൾ ആയിരുന്നു. അതിൽ മീൻകറി അടക്കം കേട്ടോ. വെജിറ്റബിൾ ഫുഡ് ആണെങ്കിലും അതിൽ മീൻകറി ആവശ്യമുള്ളവർക്ക് മീൻകറി കിട്ടും. അതിന് മൊത്തം 130 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കേണ്ട എന്നുള്ളത്, ഇതിന് ശേഷം ഇനി ആരെങ്കിലും വരികയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ തന്നെ ഇവിടെ തിരിച്ചു വരികയാണെന്ന് വെച്ചാൽ ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കില്ല. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് തീർച്ചയായിട്ടും ഇവിടെ നിന്നേ കഴിക്കുള്ളൂ. അത്രയ്ക്കും ലാഭകരവും രുചികരവുമായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയാവുകയാണ്. തിരിച്ച് ഉച്ചയ്ക്ക് വേണം ഇങ്ങോട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യമേ അത് ലഞ്ച് കഴിച്ചതിൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ ടൂറിസ്റ്റുകളാണെങ്കിൽ നിറയെ വരുന്നുണ്ട്, ഇഷ്ടമായിട്ടുള്ള തിരക്ക്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്രയായി 5-6 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് ഈ മലമുകളിലെത്താം. മലമുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട്ടിലേക്ക് പോലെ ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണ്. അത്രയും ഉയരത്തിലാണ് ഈ ഡോഡാബേട്ട എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിൻ്റാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. മനോഹരമായിട്ടുള്ള കുറച്ച് ഊട്ടിയിലെ കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്കങ്ങനെ യാത്രയാവാം പതുക്കെ. കാരണം ഒരു അരമണിക്കൂർ ദൂരമെങ്കിലും നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. 6 കിലോമീറ്റർ ആണെങ്കിലും വളരെ പതുക്കെയാണ് നമുക്ക് വണ്ടി അങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഊട്ടിയിലെ നല്ല ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് പോയി തിരിച്ചു വരാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം കേട്ടോ. But I hate the taste, no fun in this game.
try. At least it was worth a try. At least it was worth a try. Started as a whisper, message from a new world I'd never known. Something about it felt like it'd been waiting my whole life. Is this home? I can hear each sound calling my name, and I feel angels around when I start to sing. And suddenly it feels like heaven is so far away. Tell me, can you hear the symphony? Panic, panic, I can't help but think that it's meant to be, that I'm finally right where I'm supposed to. If I let you into the secret. എന്തായാലും ഈ ഊട്ടി പട്ടണത്തിലൂടെ നമ്മളങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു വിദേശ രാജ്യം, അതായത് ഒരു യൂറോപ്യൻ രാജ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നുള്ള ഒരു തോന്നൽ നമുക്ക് തീർച്ചയായിട്ടും വരും. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വന്നവർക്ക് ഇതൊരു യൂറോപ്യൻ രാജ്യമാണെന്ന ഒരു തോന്നലുണ്ടായിരിക്കും. അത്തരത്തിലുള്ളൊരു ക്ലൈമറ്റ് കൂടിയാണ് ഇവിടെ. നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഓവർ തണുപ്പല്ല എങ്കിൽ പോലും നല്ല രീതിയിലുള്ള തണുപ്പായിരുന്നു. അത്ര വലിയ സിറ്റിയല്ല. ഈ ഊട്ടി പട്ടണം കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടുപോകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഈ ഊട്ടിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. എന്നോ ഇവിടെ വന്ന് കാണേണ്ടതായിരുന്നു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് അതിനുള്ള സന്ദർഭത്ത് വന്നത്. And before too long, I found where I belong. I can hear it, I can hear it, oh, I can't stop the rush. Every note
ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന വഴികളിലെല്ലാം അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ. Never, ever, never. Never, ever, never. You're the universe and I was revolving like a sun on my own. I know that you would do anything. അങ്ങനെ നമ്മൾ ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമായ ഡോഡാബേട്ട എന്ന വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നൊരു 2 ഫർലോങ് അങ്ങോട്ട് നടന്നു പോകേണ്ടതുണ്ട് നമ്മുടെ വ്യൂ പോയിന്റിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. പോകുന്ന വഴിയിലുള്ള മറ്റ് കാഴ്ചകൾ കൂടി കണ്ടുകൊണ്ടിട്ട് നമുക്ക് വ്യൂ പോയിന്റിലെത്താം. I never really did call you my only. I'm only holding on to something in my head because I'm lonely. I never ever meant to hurt you, but it doesn't make it any less true. ഇവിടെ പോകുന്ന വഴിയിൽ ഇരുവശവും നല്ല കച്ചവട സ്ഥാപനങ്ങളാണ് കേട്ടോ. നല്ല രസകരമായിട്ടുള്ള ഒരു ഏരിയയാണിത്. ഇതിനുള്ളിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. നല്ല തിരക്കുണ്ട്. ഇന്ന് തിരക്ക് കുറച്ച് കുറവാണ്. നല്ല തിരക്കുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഇതിലൂടെ സഞ്ചരിക്കാൻ നല്ല കഷ്ടപ്പാട് വേണ്ടി വരും. ഇന്ന് അത്ര ഒരു വലിയ തിരക്കില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് പോയി നമുക്ക് വ്യൂ പോയിന്റിലെത്താം. I was running from a bad thing when I first met you. This is gonna hurt, but it doesn't make it any less true. I never really loved you. I never really did call you my only. I'm only holding on to something in my head because I'm lonely. Never ever meant to hurt you, but it doesn't make it any less true. Never ever never, but it doesn't make it any less true. Never ever meant to hurt you, but it doesn't make it any less true. Never ever meant to hurt you, but it doesn't make it any less true. I took a pill in Ibiza to show Avicii I was cool. We don't talk anymore like we used to do. We don't work, but you like it. I got you, baby. And if you feel you're sinking, I will jump
അപ്പോൾ നമ്മൾ യഥാർത്ഥ ഈ വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ബിൽഡിങ്, നമ്മൾ നേരെ കാണുന്ന ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറണം. അതിനെന്തോ ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്കതിൻ്റെ മുകളിൽ കയറിയിട്ട് ദൃശ്യങ്ങൾ കണ്ട് തിരിച്ചിറങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലെത്തിയാൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണുന്നതെന്ന് നോക്കണ്ടേ. Fechamento é você, mozão. Eu não preciso mais beber. അങ്ങനെ ഞങ്ങൾ ഏറ്റവും മുകളിലെത്തിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള പച്ചപ്പ് നിറഞ്ഞ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നിട്ട് ചോട്ടിലേക്ക് നോക്കിയാൽ കാണുന്നത്. ഒരുപാട് ഉയരത്തു നിന്നാണ് നമ്മൾ കാണുന്നത് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ളൊരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിട്ട് തിരിച്ചിറങ്ങിയിട്ട് ഇനി വേറെ ഒരു വ്യൂ പോയിൻ്റ് കൂടെയുണ്ട്, അങ്ങോട്ടേക്ക് യാത്രയാവാം നമുക്ക്. എന്തായാലും ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഞാൻ മുഴുവൻ പകർത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം. Esto hay que tomarlo sin ningún apuro. That's right, with my little light. That's right, with my little light. We're gonna be alright. This is how we do it down in Puerto Rico. I just wanna hear you screaming, ay They'll say bendito. you could do anything. They'll say that I was Baby, good. let's just turn down the lights and close the door. We'll get away with everything. Let's show them we are better. Pasito, pasito, despacito. Poquito, poquito, Just say you feel okay, but I feel sexual. So we should be sexual. I'm in love with the shape of you. I'm in love with your body. Despacito, despacito. I had a dream, we were sipping whiskey neat, highest floor of the Bowery, and I was high enough. I've been drowning in love, lost in the rush, faded just like ഇനി രണ്ടാമതായി കാണുവാനുള്ള വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നു ചേർന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അടുത്ത വ്യൂ പോയിന്റ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് തിരിച്ചു പോകാം. ഇവിടെ നല്ല മനോഹരമായ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. You don't understand, she's worth it. All that beauty goes deeper than the surface. Oh, oh. Don't be afraid to catch fish. Red dress up and taste this. oh, I want something just like this. Oh, you like it about it. Tell me you like this style. Oh, you love me about it. Oh, I want something just like It's your favorite song. It's your favorite song. Step by step in the birthday. Oh, now, wanna keep it burning. More bounce, bounce, bounce. Are you ready for it? Bounce in the motherfucking house. More bounce in the motherfucking house. Hey, you got me like a goddamn sky. Keep that ass in the bed, I'm alive. Go. I'm feeling sexual. So we should be sexual.
അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഡോഡാബേട്ട എന്ന ഈ ഉയരം കൂടിയ സ്ഥലത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇത് കണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയാവുകയാണ്. അടുത്ത യാത്ര ഒരു തേയില ഫാക്ടറി സന്ദർശിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ഫാക്ടറി. ഈ 2 ഫാക്ടറിയുടെയും വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം തിരിച്ചു പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോകാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നുകൂടി ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. मम्मी डैडी मेरे तू पटाएगा, लेके बैंड बाजा घर मेरे आएगा। मम्मी डैडी मेरे तू पटाएगा, लेके बैंड बाजा घर मेरे आएगा। कब तक मुझे ऐसे ही घुमाएगा, तू बात बढ़ा तो सही। दिल दिया है जान भी तुझे दूंगी, दिल दिया है जान भी तुझे दूंगी, तू एक बारी। I'm supposed to call you, but I don't know what to say at all. No, mama, you never check here, cause you have to set things year after year, and you give the youth love beyond compare. You find the school fee and the bus fare. Smoking and inhaling every moment. It was never something over. I can see it in your eyes, 'cause they never